ഉത്തർപ്രദേശിൽ ഒരു അപകടമുണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിയന്ത്രണം വിട്ട ഒരു കാറ് ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി ഒരു മരണം സംഭവിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യുപിയിലെ ഹാപ്പൂർ ജില്ലയിലാണ് അപകടമുണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. അഖില CPയുടെ വിവരങ്ങളുമായിട്ട്. അഖില, ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാർ അമിത വേഗത്തിലെത്തി ഇടിച്ച് തെറിപ്പിച്ചത് ഉള്ളിലേക്ക് കയറി പോകുമായിരുന്നു. അപ്പം അമിത വേഗതയൊക്കെ ആയിരിക്കും അല്ലേ? അതെ സേതുലക്ഷ്മി, വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഉത്തർപ്രദേശ് ഹാംപൂർ ജില്ലയിലാണ് സംഭവം. ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ഹവേലി എന്ന് പറയുന്ന ഒരു ഹോട്ടലിന് സമീപത്താണ്, ഹോട്ടലിൻ്റെ വരാന്തയിലാണ് ഈ അപകടം നടക്കുന്നത്. നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടു. ഹോട്ടലിലേക്ക് കടക്കാനുള്ള പ്രധാന പ്രവേശന കവാടത്തിൽ പടികളിൽ നിൽക്കുന്ന ആളുകളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഒരാൾ ഈ പടി ഇറങ്ങി വരുന്നുണ്ട്. അദ്ദേഹത്തെയാണ് ആദ്യം ഇടിച്ചു തെറിപ്പിക്കുന്നത്. പിന്നീട് ബാക്കി 2 പേരെയും കൂടെ ഇടിക്കുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. മറ്റു 2 പേരെയും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബുലന്ദ്ഷഹർ സ്വദേശിയായിട്ടുള്ള അജിത്താണ് മരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തിൻ്റെ പിറന്നാളൊക്കെ ബന്ധപ്പെട്ട് ഹോട്ടലിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ എത്തിയതായിരുന്നു. അതിനിടെയാണ് അപകടമുണ്ടായത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇത് വാഹനം ഓടിച്ചിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. കാറിൻ്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇദ്ദേഹത്തെ തിരയാനായി സമീപത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ഭീതിപ്പെടുത്തുന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരുപക്ഷെ മദ്യപിച്ചിരുന്നോ അല്ലെങ്കിൽ കാറിൻ്റെ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറാണോ അപകടത്തിന് കാരണം എന്നൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് എന്തായാലും ഈ ഡ്രൈവറെ തിരയാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ പിടികൂടും. മറ്റ് CCTV ദൃശ്യങ്ങളെല്ലാം, സമീപത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്.